റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ 9 ഹെഡ്സ് ആയിട്ടാണ് റിപ്പോർട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. 9 ഹെഡ്സിൽ വരുന്ന 4th ഹെഡാണ് പർച്ചേസ് ഹെഡ്. ഈ ഒരു പർച്ചേസ് ഹെഡിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബിൽ ഡീറ്റെയിൽസ് ആണ്. ബിൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബിൽ ഡീറ്റെയിൽസിൻ്റെ റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ ഓർഗനൈസേഷനിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ബിൽസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ സപ്ലയറിൻ്റെയും ഓരോ സപ്ലയറിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ബിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ആ ബിൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഓരോ സപ്ലയറുടെയും നെയിം കാണാം. സെക്കൻഡ് കോളം വരുന്നത് ഓരോ ബിൽസിൻ്റെയും റെഫറൻസ് നമ്പറാണ്. നെക്സ്റ്റ് വരുന്നത് ബിൽ ഡേറ്റ് ആണ്. ഏത് ഡേറ്റിലാണോ നമ്മൾ ഈ ഒരു ബിൽ റെക്കോർഡ് ചെയ്തത് ആ ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഓരോ ബില്ലിൻ്റെയും ഡ്യൂ ഡേറ്റ്, ഓരോ ബില്ലിൻ്റെയും ടോട്ടൽ എമൗണ്ട്. നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് എമൗണ്ട് ആണ്, നമ്മൾ ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് ആൻഡ് ഓരോ ബില്ലിൻ്റെയും ബാലൻസ് പേയ്മെൻറ്റ് എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ബിൽ ഡീറ്റെയിൽസ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ഓരോ ബിൽസിൻ്റെയും വ്യൂ ഓപ്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. ബിൽസ് വ്യൂ ഓപ്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് ഏത് ബിൽസിൻ്റെ ആണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ ബില്ല് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റെഫറൻസ് നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റെഫറൻസ് നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ബിൽസിൻ്റെ ബിൽസ് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു ബിൽസ് വ്യൂവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബിൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യൂ ചെയ്യാനും അതുപോലെ ഈ ഒരു വ്യൂ ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് എല്ലാം യൂസ് ചെയ്യാനും സാധിക്കും. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പോർട്ട്സിൻ്റെ പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ഡ്രിൽ ഡൗൺ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ബിൽസിൻ്റെ ബിൽസ് വ്യൂ ഓപ്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ബിൽ ഡീറ്റെയിൽസ് റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ടാണ്. ഈ ഒരു ബിൽ ഡീറ്റെയിൽസിൻ്റെ റിപ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു ഫീൽഡിൽ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന റെഫറൻസ് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് സപ്ലയർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സപ്ലയറിൻ്റെ മാത്രം ബിൽ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാനും അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനെല്ലാം സാധിക്കും. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ ഡീറ്റെയിൽസിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമ്മളുടെ റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം മെനൂസ് അവൈലബിൾ ആണ്. അതുപോലെ റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു ബിൽ ഡീറ്റെയിൽസ് റിപ്പോർട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. ബിൽ ഡീറ്റെയിൽസ് വ്യൂവിൽ നിന്നും എക്സിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ബിൽ ഡീറ്റെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പർച്ചേസ് ഹെഡിൻ്റെ അണ്ടറിൽ ബിൽ ഡീറ്റെയിൽസ് റിപ്പോർട്ടിന് ശേഷം വരുന്ന നെക്സ്റ്റ് റിപ്പോർട്ടാണ് ബിൽ ലിസ്റ്റ് ഓർ ടാക്സ് റിപ്പോർട്ട്. ബിൽ ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓരോ സപ്ലയറുടെ അണ്ടറിലും വരുന്ന എല്ലാ ബിൽസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓരോ ബിൽസിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസിൻ്റെ ടാക്സ് റിപ്പോർട്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് നമുക്കിവിടെ ബിൽ ഡേറ്റ് കാണാം. അതുപോലെ ഓരോ ബില്ലിൻ്റെയും റെഫറൻസ് നമ്പർ, ബിൽ നമ്പർ, സപ്ലയർ നെയിം, സപ്ലയറുടെ GST രജിസ്ട്രേഷൻ നമ്പർ. നെക്സ്റ്റ് വരുന്നത് ഐറ്റംസ് നെയിമാണ്. ഈ ഒരു ബിൽസിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ ഐറ്റംസിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് റേറ്റ് ആണ്. ഓരോ ബിൽസിൻ്റെയും പർച്ചേസ് റേറ്റ് ആൻഡ് ടാക്സബിൾ എമൗണ്ട് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഓരോ ഐറ്റംസിൻ്റെയും നമുക്ക് സ്പ്ലിറ്റപ്പ്, അതായത് GST സ്പ്ലിറ്റപ്പ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും. ലാസ്റ്റ് കോളംസ് വരുന്നത് സെസ് ആൻഡ് ഓരോ ഐറ്റമിൻ്റെയും ടോട്ടൽ എമൗണ്ട് ആണ്. ഓരോ കോളമിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ബിൽസിൻ്റെയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സ് റിപ്പോർട്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് നോക്കാം.
ഈ ഒരു റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്കിവിടെ കസ്റ്റമൈസ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് GST ട്രീറ്റ്മെൻറ്റ്, ടൈപ്പ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, GST റേറ്റ്, എലിജിബിൾ ITC ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ്റെ ബേസിസിൽ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ്റെ ബേസിസിലായിരിക്കും ബിൽ ഡീറ്റെയിൽസ് ടാക്സ് റിപ്പോർട്ട് എനേബിൾ ആവുന്നത്. നെക്സ്റ്റ് മെനു വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ ലിസ്റ്റ് ടാക്സിൻ്റെ റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമ്മളുടെ ബിൽ ലിസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ഇവിടെ ഒരു മെനൂസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു ബിൽ ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ബിൽ ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡെബിറ്റ് നോട്ട്സ് ആണ്. പർച്ചേസ് ഹെഡിന്റെ അണ്ടറിൽ തേർഡ് റിപ്പോർട്ട് വരുന്നത് ഡെബിറ്റ് നോട്ട്സ് ആണ്. ഈ ഒരു ഡെബിറ്റ് നോട്ട്സിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പർച്ചേസ് റിട്ടേൺസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ സപ്ലയർ നെയിം കാണാം. നമ്മൾ ഡെബിറ്റ് നോട്ട്സ് റെക്കോർഡ് ചെയ്ത ഓരോ സപ്ലയറുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് സപ്ലയറുടെ GST ടിൻ ആണ്. അതുപോലെ ഓരോ ഇൻവോയ്സിൻ്റെയും റെഫറൻസ് നമ്പർ, ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, അതുപോലെ പർച്ചേസ് ഇൻവോയ്സ് ഡേറ്റ്, പർച്ചേസ് ഇൻവോയ്സിൻ്റെ റെഫറൻസ് നമ്പർ, ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട്, യൂസ്ഡ് ഡെബിറ്റ് ആൻഡ് ബാലൻസ്. ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടിൻ്റെ എമൗണ്ട് ആണ്. ആൻഡ് യൂസ്ഡ് ഡെബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഡെബിറ്റ് നോട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ റീഫണ്ടിനുള്ള എമൗണ്ട് മറ്റൊരു ഇൻവോയ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് യൂസ്ഡ് ഡെബിറ്റായി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാലൻസ് എമൗണ്ട് ആണ്. അതായത് ടോട്ടൽ ഡെബിറ്റിന് ശേഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസ്ഡ് ഡെബിറ്റിന് ശേഷം വരുന്ന ബാലൻസ് എമൗണ്ട് ആണ് ഈ ഒരു കോളത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ കോളമിൻ്റെയും ടോട്ടൽ, സബ് ടോട്ടൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ഡെബിറ്റ് നോട്ട്സ് റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡേറ്റിനിടയിലുള്ള ഡെബിറ്റ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ മാത്രം ഡെബിറ്റ് നോട്ട്സ് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സപ്ലയർ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് നോട്ട്സ് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ഡെബിറ്റ് നോട്ട്സിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയായി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വ്യൂ സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡെബിറ്റ് നോട്ട്സ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു ഡെബിറ്റ് നോട്ട്സ് ഡാറ്റ എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെബിറ്റ് നോട്ട്സ് റിപ്പോർട്ട് വ്യൂവിൽ നിന്നും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഡെബിറ്റ് നോട്ട്സ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡെബിറ്റ് നോട്ട്സ് റിപ്പോർട്ടിന് ശേഷം പർച്ചേസ് ഹെഡിൻ്റെ അണ്ടറിൽ നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് പർച്ചേസ് റിപ്പോർട്ടാണ്. പ്രോഡക്റ്റ് പർച്ചേസ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതുവരെ പർച്ചേസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഐറ്റംസിൻ്റെയും നെയിം, അതുപോലെ ക്വാണ്ടിറ്റി, ഇൻവോയ്സ് ആൻഡ് ടോട്ടൽ എമൗണ്ട്. ഓരോ പ്രൊഡക്റ്റും എത്ര ക്വാണ്ടിറ്റി വീതം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാണ്ടിറ്റി വൈസ് ടോട്ടൽ എമൗണ്ടും നമുക്കിവിടെ അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. കസ്റ്റമൈസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പർച്ചേസിൻ്റെ റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ ഡാറ്റ നമുക്ക് കംപ്ലീറ്റ്ലി വ്യൂ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം മെനൂസ് അവൈലബിൾ ആണ്.
അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. പ്രോഡക്റ്റ് പർച്ചേസ് റിപ്പോർട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റ് പർച്ചേസ് റിപ്പോർട്ടിന് ശേഷം പർച്ചേസ് ഹെഡിന്റെ അണ്ടറിൽ നെക്സ്റ്റ് വരുന്ന റിപ്പോർട്ട് പ്രോഡക്റ്റ് റിട്ടേൺസ് ആണ്. പ്രോഡക്റ്റ് റിട്ടേൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിനു ശേഷം റിട്ടേൺ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരത്തെ പ്രോഡക്റ്റ് പർച്ചേസിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സെയിം ഫോർമാറ്റിൽ നമുക്ക് ഐറ്റംസിനെയും കാണാൻ സാധിക്കും. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്തതിനു ശേഷം റിട്ടേൺ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ്ലി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ടോട്ടൽ ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്തതും അതുപോലെ റിട്ടേൺ ചെയ്ത ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ എമൗണ്ടും നമുക്കിവിടെ അവൈലബിൾ ആണ്. കോളംസിൻ്റെ ടോട്ടൽ സബ് ടോട്ടൽ എമൗണ്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നിന്നും നമ്മൾ റിട്ടേൺ ചെയ്ത ഐറ്റംസിൻ്റെ ഫർദർ സ്പ്ലിറ്റ് അപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്ത ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 4 ആണ്. ഈ 4 ക്വാണ്ടിറ്റി ഏതൊക്കെ ഡെബിറ്റ് നോട്ട്സിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ട് ടേബിളാണ് ഓപ്പൺ ആവുന്നത്. പ്രോഡക്റ്റ് റിട്ടേൺ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്നൊരു ടാബാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ടാബിൽ നമ്മൾ ആ ഒരു റിട്ടേൺ ചെയ്ത പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട്സ് ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കാണാം ഓരോ ഡെബിറ്റ് നോട്ടിൻ്റെയും ഡേറ്റ്, ഡെബിറ്റ് നോട്ട് നമ്പറാണ് ഇൻവോയ്സ് നമ്പറായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർട്ടി നെയിം ആണ്. അതുപോലെ ഐറ്റം നെയിം നമുക്കിവിടെ കാണാം. നെക്സ്റ്റ് ഓരോ ഡെബിറ്റ് നോട്ട്സിലും എത്ര ഐറ്റംസ് ആണ് റിട്ടേൺ ചെയ്തത് എന്നുള്ള ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ ഡെബിറ്റ് നോട്ട്സിലും ഇൻക്ലൂഡ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എമൗണ്ട് ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം. നെക്സ്റ്റ് ഓരോ കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ടും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നിന്നും അങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്ട്സിൻ്റെയും നമുക്ക് ആ ഒരു ഡെബിറ്റ് നോട്ട്സിൻ്റെ അതായത് റിട്ടേൺ ചെയ്ത ഡീറ്റെയിൽസ് സ്റ്റാറ്റസ് എല്ലാം നമുക്കറിയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഇൻവോയ്സ് നമ്പർ എന്ന ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ഇൻവോയ്സ് നമ്പറിൻ്റെ ഫോം ആയിരിക്കും ഓപ്പൺ ആവുന്നത്. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത ആ ഒരു ഡെബിറ്റ് നോട്ടിൻ്റെ വ്യൂ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു. ഈ ഡെബിറ്റ് നോട്ട് വ്യൂവിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മെനൂസ് എല്ലാം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാനും സാധിക്കും. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് ആ ഒരു റിപ്പോർട്ടിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ഡ്രിൽ ഡൗൺ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഡെബിറ്റ് നോട്ടിൻ്റെയും ഡെബിറ്റ് നോട്ട് വ്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺസ് റിപ്പോർട്ടിലെ ഓരോ ഐറ്റംസിൻ്റെയും ഡ്രിൽ ഡൗൺ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഡെബിറ്റ് നോട്ട്സിലാണ് ആ റിട്ടേൺ ചെയ്ത ഐറ്റംസിൻ്റെ സ്പ്ലിറ്റ് അപ്പ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് റിട്ടേൺസ് റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ടാണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് അതുപോലെ എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസ് അറിയാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാനും അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് റിട്ടേൺ റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ഡാറ്റ എല്ലാം കംപ്ലീറ്റ്ലി വ്യൂ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലുള്ള സൂം ഇൻ ആൻഡ് പേജ് സെറ്റപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് വ്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ട് ഡാറ്റ എല്ലാം പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പ്രോഡക്റ്റ് റിട്ടേൺസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പർച്ചേസ് ഹെഡിൻ്റെ അണ്ടറിൽ പ്രോഡക്റ്റ് റിട്ടേൺസിന് ശേഷം വരുന്ന നെക്സ്റ്റ് റിപ്പോർട്ടാണ് പർച്ചേസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ട്. ഈ ഒരു പർച്ചേസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ബിൽ ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്
നമ്മൾ പർച്ചേസ് ചെയ്ത ഓരോ പ്രോഡക്റ്റിൻ്റെയും ടാക്സ് സ്പ്ലിറ്റപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഏത് സപ്ലയറിൻ്റെ അടുത്തു നിന്നാണ് നമ്മളത് പർച്ചേസ് ചെയ്തത്, അതുപോലെ തന്നെ ഏതൊക്കെ ഐറ്റംസ് ഓരോ സപ്ലയറുടെ അണ്ടറിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടാക്സ് ഡീറ്റെയിൽസ്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആണ്. റിപ്പോർട്ട് ടേബിളിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഇൻവോയ്സ് ഡേറ്റ് കാണാം. നെക്സ്റ്റ് വരുന്നത് റെഫറൻസ് നമ്പർ ആണ്. ഓരോ ഇൻവോയ്സിൻ്റെയും റെഫറൻസ് നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻവോയ്സ് നമ്പർ, സപ്ലയർ നെയിം, സപ്ലയറുടെ GST രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ഒരു സപ്ലയറുടെ അണ്ടറിൽ നിന്നും എത്ര ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ പർച്ചേസ് ചെയ്ത ഐറ്റംസിൻ്റെ എല്ലാം ലിസ്റ്റ് നമുക്ക് ആ ഒരു സപ്ലയറുടെ അണ്ടറിൽ കാണാൻ സാധിക്കും. ഓരോ പർച്ചേസ് ഐറ്റംസിൻ്റെയും ബാച്ച് കോഡ്, അതുപോലെ തന്നെ HSN കോഡ് ഓർ SAC കോഡ്. നെക്സ്റ്റ് വരുന്നത് ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി ആണ്. അതിനുശേഷം യൂണിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ടേബിളിൽ നമുക്ക് പർച്ചേസ് പ്രൈസ് കാണാം. അതുപോലെ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും സെയിൽസ് പ്രൈസ്, ടാക്സബിൾ എമൗണ്ട് ആൻഡ് ഓരോ ഐറ്റവും CGST എമൗണ്ട്, SGST എമൗണ്ട്, IGSTയിലേക്കും KFCയിൽ ഓർ സെസ് ഉണ്ടെങ്കിൽ സെസ്സിലേക്കും പോകുന്ന എമൗണ്ടിൻ്റെ സ്പ്ലിറ്റപ്പ് എല്ലാം നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആണ്. ലാസ്റ്റ് കോളത്തിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. ഈ ഒരു പർച്ചേസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൽ നിന്നും നമ്മൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ സപ്ലയറിൻ്റെയും അതുപോലെ തന്നെ ഓരോ സപ്ലയറുടെയും അണ്ടറിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ടാക്സ് സ്പ്ലിറ്റപ്പും നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ നമുക്കിവിടെ കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഡേറ്റ് ബിറ്റ്വീൻ ഓപ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് GST ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ടൈപ്പ് ഓഫ് ഇൻവോയ്സ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്, GST റേറ്റ്, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയുടെ ബേസിലായിരിക്കും റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷൻ ആണ്. പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ പർച്ചേസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും അതുപോലെ പേജ് സെറ്റപ്പിനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ അവൈലബിൾ ആണ്. അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് ഓപ്ഷൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു പർച്ചേസ് ലിസ്റ്റ് ടാക്സ് റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പർച്ചേസിൻ്റെ ഹെഡിൻ്റെ അണ്ടറിൽ പർച്ചേസ് ബൈ ഐറ്റംസ് എന്ന റിപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. പർച്ചേസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടിൽ നമ്മൾ ഓർഗനൈസേഷനിൽ ഇതുവരെ ഇൻവോയ്സ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഐറ്റം ഏതൊക്കെ ഡേറ്റിൽ ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടോ ആ പർച്ചേസ് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാം ഓരോ ഇൻവോയ്സിൻ്റെയും റെഫറൻസ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് നെയിം, ബാച്ച് നെയിം, ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാണ്ടിറ്റി, അതിൻ്റെ MRP, റേറ്റ്, ടാക്സ് എമൗണ്ട്, ഡിസ്കൗണ്ട്, സെസ് ആൻഡ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ടോട്ടൽ എമൗണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ അവൈലബിൾ ആണ്. എല്ലാ കോളമിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഇതുപോലെ ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഐറ്റംസ് എപ്പോഴൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ പർച്ചേസ് ചെയ്ത ഐറ്റംസിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡാറ്റയായി നമുക്കിവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡേറ്റ് വൈസ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള പർച്ചേസ് ഐറ്റംസ് റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് പ്രോഡക്റ്റ് വൈസ് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനും അതുപോലെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിൻ്റെ ഡാറ്റ എല്ലാം ആക്സസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു പർച്ചേസ് ബൈ ഐറ്റംസ് റിപ്പോർട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു പർച്ചേസ് ബൈ ഐറ്റം റിപ്പോർട്ടിൻ്റെ വ്യൂ ഓപ്ഷനിൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയായി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ പേജ് ഫോർമാറ്റിന് വേണ്ടിയും അതുപോലെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. പർച്ചേസ് ബൈ ഐറ്റംസ് റിപ്പോർട്ടിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് ബൈ ഐറ്റം സമ്മറി ആണ്. പർച്ചേസ് ബൈ ഐറ്റം സമ്മറിയിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മൾ ഓർഗനൈസേഷനിൽ ഇതുവരെ പർച്ചേസ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും സമ്മറി ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാം ഐറ്റം നെയിം, നമ്മൾ ഓർഗനൈസേഷനിൽ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഐറ്റംസിൻ്റെ എല്ലാം യൂണിറ്റ് ഓഫ് മെഷർ, അതുപോലെ ഓരോ ഐറ്റം എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അത്രയും ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി എമൗണ്ട് ആണ്. ഓരോ ഐറ്റംസിൻ്റെയും എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ അവൈലബിൾ ആണ്. ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ഇതുപോലെ ഏതൊക്കെ ഐറ്റംസ് എത്ര ക്വാണ്ടിറ്റിയിലാണ് പർച്ചേസ് ചെയ്തെന്നുള്ളതെന്നും ഓരോ ക്വാണ്ടിറ്റി ആൻഡ് ഐറ്റംസിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. പർച്ചേസ് ബൈ ഐറ്റം സമ്മറി റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസോ അതുപോലെ സപ്ലയറുടെ ഡീറ്റെയിൽസോ അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് റൈറ്റ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു പേജിൽ നമുക്ക് പർച്ചേസ് ബൈ ഐറ്റം സമ്മറിയുടെ കംപ്ലീറ്റ് ഡാറ്റയായി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഫോം സൂം ഇൻ ആൻഡ് പേജ് സെറ്റപ്പ് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രിന്റ് ഓപ്ഷൻ നമുക്ക് റൈറ്റ് സൈഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു റിപ്പോർട്ട് ഡാറ്റ എല്ലാം എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സലിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പർച്ചേസസ് ബൈ ഐറ്റം സമ്മറി എന്ന റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പർച്ചേസ് ബൈ ഐറ്റം സമ്മറി റിപ്പോർട്ടിന് ശേഷം വരുന്നത് പർച്ചേസ് ബൈ സപ്ലയർ എന്ന റിപ്പോർട്ടാണ്. പർച്ചേസ് ബൈ സപ്ലയർ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഡാറ്റ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്തിരിക്കുന്ന എല്ലാ സപ്ലയറുടെ ഡീറ്റെയിൽസും അതുപോലെ പർച്ചേസ് ഡീറ്റെയിൽസ്, പർച്ചേസ് എമൗണ്ട്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ടേബിളിൽ കാണാം ഓരോ ഇൻവോയ്സിൻ്റെയും റെഫറൻസ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സപ്ലയർ നെയിം, സപ്ലയറുടെ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് വരുന്നത്, സപ്ലയറുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഓരോ പർച്ചേസ് ഇൻവോയ്സിൻ്റെയും നെറ്റ് എമൗണ്ട് ആണ്. അതുപോലെ നമ്മൾ ഇൻവോയ്സിന് ശേഷം പേ ചെയ്ത എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ബാലൻസ് എമൗണ്ട് ആണ്. ഓരോ കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു കോളത്തിൽ നിന്നും നമുക്ക് ഏതൊക്കെ സപ്ലൈസിന് ബാലൻസ് എമൗണ്ട് എത്രയുണ്ട്, അതുപോലെ ഓരോ ഇൻവോയ്സിൻ്റെയും എമൗണ്ട്, ഓൾറെഡി പേ ചെയ്ത എമൗണ്ട്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ഒരു ഓവർവ്യൂ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനും അതുപോലെ സപ്ലയർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സപ്ലയറെ നമുക്ക് സെലക്ട് ചെയ്ത് ഡാറ്റ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിന് ഡാറ്റ ആക്സസ് ചെയ്യാനും സാധിക്കുന്നു. ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയുടെ ബേസിലായിരിക്കും റിപ്പോർട്ട് എനേബിൾ ആവുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷൻ ആണ്. റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് പർച്ചേസ് ബൈ സപ്ലയർ എന്ന റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ഫോം സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പർച്ചേസ് ബൈ സപ്ലയർ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പർച്ചേസ് ബൈ സപ്ലയർ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റെക്കറിംഗ് പർച്ചേസ് ആണ്. റെക്കറിംഗ് പർച്ചേസിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ റെക്കറിംഗ് പർച്ചേസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഡാറ്റ ടേബിളിൽ
നമുക്ക് ഓരോ റെക്കറിംഗ് പർച്ചേസിൻ്റെയും റെക്കറിംഗ് നെയിം കാണാൻ സാധിക്കും. അതുപോലെ ഓരോ റെക്കറിംഗ് പർച്ചേസിൻ്റെയും സപ്ലയർ നെയിം, അതിൻ്റെ ഫ്രീക്വൻസി, ലാസ്റ്റ് ഇൻവോയ്സ് ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് ഇൻവോയ്സ് ഡേറ്റ്, ഓരോ റെക്കറിംഗ് പർച്ചേസിൻ്റെയും എക്സ്പയർ ഡേറ്റ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, ടോട്ടൽ എമൗണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. റെക്കറിംഗ് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള റെക്കറിംഗ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് സപ്ലയർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കറിംഗ് പർച്ചേസസിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ റെക്കറിംഗ് പർച്ചേസിൻ്റെ ഡാറ്റ നമുക്ക് കംപ്ലീറ്റ് ആയി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്ന എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ട് ഡാറ്റ എല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, എക്സിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസ് ആണ് റെക്കറിംഗ് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പർച്ചേസ് ഹെഡിൽ റെക്കറിംഗ് പർച്ചേസിന് ശേഷം നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് ആണ്. ഈ ഒരു സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമുക്കിവിടെ കാണാം, സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് റിപ്പോർട്ടിൽ നമുക്ക് സപ്ലയർ നെയിം, പേയ്മെൻറ്റ് ഡേറ്റ്, പേയ്മെൻറ്റ് നമ്പർ, ഡെബിറ്റ് നോട്ട് നമ്പർ, ഇൻവോയ്സ് നമ്പർ, പേയ്മെൻറ്റ് മോഡ്, നറേഷൻ ആൻഡ് എമൗണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് റിപ്പോർട്ട് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ നമ്മൾ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡെബിറ്റ് നോട്ട്സിൻ്റെ റീഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ റെക്കോർഡ് ചെയ്ത ഡെബിറ്റ് നോട്ട്സിന് നമ്മൾ റീഫണ്ട് ചെയ്തതും അതുപോലെ തന്നെ അത് മറ്റ് ഇൻവോയ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ഓർ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാബിൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് സപ്ലയർ ആണ്. സപ്ലയർ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് ഡാറ്റ എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് എടുക്കാനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും എല്ലാം സാധിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഫോം എല്ലാം സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നു. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് ഡെബിറ്റ് നോട്ടിൻ്റെ റീഫണ്ട് ഡീറ്റെയിൽസ് നമ്മൾ എപ്പോഴൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ആ റെക്കോർഡ് ചെയ്ത റീഫണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സപ്ലയർ പേയ്മെൻറ്റ് റീഫണ്ട് ആണ് നമ്മുടെ പർച്ചേസ് ഹെഡിൽ വരുന്ന ലാസ്റ്റ് റിപ്പോർട്ട്. ഇത്രയും റിപ്പോർട്ട്സ് ആണ് പർച്ചേസ് ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.